അമേരിക്ക എന്ന് പറയുന്ന സോ കോൾഡ് സൂപ്പർ പവർ ലോകത്ത് പല രാജ്യങ്ങളിലും അട്ടിമറി നടത്തിയിട്ടുള്ള റെജീം ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള തങ്ങളുടെ നിയന്ത്രണത്തിൽ ലോക രാജ്യങ്ങളെ കൊണ്ടുവരാൻ പല കളികളും കളിച്ചിട്ടുള്ള അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ അത് നടക്കുന്നില്ല എന്നത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നിയന്ത്രിക്കാൻ എങ്ങനെ കഴിയും, റെജീം ചേഞ്ച് കൊണ്ടുവരാൻ എങ്ങനെ കഴിയുമെന്ന് ഡീപ് സ്റ്റേറ്റ് തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് പ്രേക്ഷകർ കേട്ട് കാണും. അമേരിക്ക RSSനും റോയ്ക്കും, അതായത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിനും റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലും ചില പ്രാദേശിക മാധ്യമങ്ങളിലുമൊക്കെ പ്രചരിക്കുന്നത് കേട്ട് കാണും, കണ്ടു കാണും. ഇതുവരെ അമേരിക്കൻ ഗവൺമെന്റോ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റോ ഇത്തരത്തിലൊരു നീക്കത്തെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് എവിടെയെങ്കിലും പരാമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല പരിശോധിച്ചു നോക്കിയപ്പോ. പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നത്? ആദ്യം നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ചില അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും അമേരിക്കയിലെ ചില കമ്മീഷനുകളും, ഉദാഹരണത്തിന് USCIRF എന്നൊക്കെ പറയുന്ന പോലത്തെ കമ്മീഷനുകളും ഇന്ത്യയിലെ ചില സംഘടനകൾക്കെതിരെ നടപടി വേണമെന്ന് പലപ്പോഴും റിപ്പോർട്ടുകൾ നൽകാറുണ്ട്. പലപ്പോഴും ഇത്തരം ശുപാർശകൾ ഒരു ഉപരോധ ശ്രമമായിട്ടൊക്കെ മാധ്യമങ്ങളിൽ വരാറുണ്ട്. അതായത് നിലവില് USCIRF അഥവാ US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന അമേരിക്കൻ കമ്മീഷൻ ഇന്ത്യയിലെ റോയെയും RSSനെയും ഉപരോധിക്കണം, അല്ലെങ്കിൽ ഈ രണ്ട് സംഘടനകൾക്ക് മേലും ഉപരോധം ഏർപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെതിരെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായ ഭാഷയിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം മോശമാകുന്നു എന്നാണ്. USCIRFന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇവർ പറയുന്നത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും രാഷ്ട്രീയ സ്വയം സേവക സംഘും നിരോധിക്കപ്പെടേണ്ട സ്ഥാപനങ്ങളാണെന്നും ഇവർക്കെതിരെ സാമ്പത്തിക ഉപരോധം, അതായത് ആസ്തികൾ മരവിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ, യാത്രാ വിലക്ക് എന്നിവയൊക്കെ ഏർപ്പെടുത്തണമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇവർ പറയുന്നത്. ഇന്ത്യൻ സർക്കാർ പറയുന്നത് ഈ റിപ്പോർട്ട് പൂർണ്ണമായും ഞങ്ങൾ തള്ളിക്കളയുന്നുവെന്നാണ്. ഇത് പക്ഷപാതപരവും ദുരുദ്ദേശപരവുമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണിത് എന്ന് സർക്കാർ പറയുന്നു. ഇവിടെ ഈ USCIRF എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവർ നൽകുന്ന ശുപാർശകൾ നടപ്പിലാക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് നിയമപരമായ ബാധ്യതയല്ല. എന്ന് വെച്ചാൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. മുൻപും ഇത്തരം ശുപാർശകൾ വന്നിട്ടുണ്ടെങ്കിലും അമേരിക്കൻ ഗവൺമെന്റ് അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇവിടെ എന്തുകൊണ്ടാണ് പലരും ഈ ഇന്ത്യയിലെ ഈ രണ്ട് സംഘടനകളെ ഓർത്ത് വളരെയധികം അസ്വസ്ഥപ്പെടുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്ന് വെച്ചാൽ ഈ രണ്ട് സംഘടനകൾ, റോയും RSSും അമേരിക്കയുടെയോ ഡീപ് സ്റ്റേറ്റിന്റെയോ മിഷൻ ഇന്ത്യക്ക് തടസ്സമാണോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് തടസ്സമാണോ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഇന്ത്യ അമേരിക്കയുടെ കെണികളിൽ ഒന്നും വിടാതെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമേരിക്ക ഇന്ത്യയിൽ പലതരത്തിൽ, അമേരിക്ക എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ജോർജ് സോറസിനെ പോലെയുള്ള പല കണ്ണികളും അതിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലായിട്ട് അവർ നടത്തി. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക, രാഷ്ട്രീയ നേതാക്കളെ കയ്യിലെടുക്കുക, സംഘടനകളെ പണം കൊടുത്ത് വിലക്കെടുക്കുക, മാധ്യമങ്ങളെ വിലക്കെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പല കളികൾ കളിക്കാൻ നോക്കിയിട്ടും ഇന്ത്യയെ തൊടാൻ പോലും ഇവർക്കൊന്നും കഴിയുന്നില്ല. അപ്പൊ അവിടെ തടസ്സമായിട്ട് ഒരുപക്ഷെ അവർ കാണുന്നത് റോയും RSSുമായിരിക്കാം. ഇന്ത്യയുടെ മുന്നേറ്റങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്നോവേഷൻ രംഗത്ത് ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. 2015 85 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2025 ആയപ്പോഴേക്കും ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ 38 സ്ഥാനത്തേക്കെത്തി. അതായത് പല മേഖലകളിലും നമ്മൾ അതിവേഗം മുന്നേറുകയാണ്. ഈ കൂട്ടത്തിൽ നമുക്കും ഇത്തരത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം സമ്പാദിക്കാൻ ഒരു അവസരം വന്നിരിക്കുകയാണ്. നമ്മുടെ ടാറ്റ AIA ലൈഫാണ് ഈ ഒരു അവസരം ഒരുക്കുന്നത്. അവരുടെ ഇന്നോവേഷൻ ഫണ്ട് എന്ന NFO ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിലെ പല മേഖലകളിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ആശയങ്ങളും ഉൽപ്പന്നങ്ങളും കൊണ്ടുവരികയും ബിസിനസ് വളർത്തുകയും ചെയ്യുന്ന കമ്പനികളിലേക്കായിരിക്കും നിങ്ങളുടെ പണം പോകുന്നത്. പക്ഷേ ഈ വരുന്ന മാർച്ച് 31 വരെ മാത്രമാണ് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടാവുക. ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുണ്ട്. ഇവിടെ മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് പ്ലാനിനെ കുറിച്ച് വിശദീകരിച്ച് നൽകുന്നതിനും ഉള്ള സൗകര്യവും ലഭ്യമാണ്. ടാറ്റ AIA ലൈഫിന്റെ തന്നെ മുൻകാല ഫണ്ടുകൾ പരിശോധിച്ചാൽ 2022 പുറത്തിറങ്ങിയ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് 24% റിട്ടേൺസ് ആണ് ഓരോ വർഷവും നൽകിയത്. അവരുടെ 2015 പുറത്തിറക്കിയ മൾട്ടി ക്യാപ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ വർഷം തോറും ശരാശരി 21% വരെ റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതായത് ടാറ്റയുടെ മുൻകാല ഫണ്ടുകളെല്ലാം തന്നെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് കാണാം. ഇവിടെ NAV 10 രൂപയാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ എമൗണ്ട് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം.
ഇവിടെ നിങ്ങളുടെ പണം മാർക്കറ്റിനനുസരിച്ച് ഒരു പങ്ക് ഓഹരികളിലേക്കും ഡെറ്റിലേക്കും ബാങ്ക് ഡെപ്പോസിറ്റുകൾ പോലുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലേക്കുമായിരിക്കും പോകുന്നത്. മാസം അടയ്ക്കുന്ന എമൗണ്ടിന്റെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കുകയില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം ഒരു 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യതയാണ് ഇവിടെ പറയുന്നത്. പിന്നെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അത്രയ്ക്കും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന എമൗണ്ട് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ മാർച്ച് 31 NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി 15 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുള്ള ലിങ്കിൽ പോയി നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇൻവെസ്റ്റ് ചെയ്യുവാനും സാധിക്കും. താല്പര്യമുള്ളവര് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഏതാനും നാളുകൾക്ക് മുമ്പ് അമേരിക്കയിലെ മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനും ഫൗണ്ടേഷൻ ഫോർ ഫ്രീഡം ഓൺലൈൻ സ്ഥാപകനുമായിട്ടുള്ള മൈക്ക് ബെൻസ് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. മൈക്ക് ബെൻസ് തന്റെ അഭിമുഖങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് വിദേശ രാജ്യങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ ഭരണകൂടങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എന്നാണ്. അതായത് റെജീം ചേഞ്ച്. ഇന്ത്യയുടെ കാര്യത്തിൽ RSSും റോയും ഈ നീക്കങ്ങൾക്ക് വലിയ തടസ്സമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. RSS എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാംസ്കാരികവും താഴെ തട്ടിലുള്ളതുമായ അടിത്തറ കാത്തു സൂക്ഷിക്കുന്നതിനാൽ പുറത്തു നിന്നുള്ള ആശയങ്ങൾക്കും സ്വാധീനങ്ങൾക്കും അത്ര പെട്ടെന്ന് ഇന്ത്യയെ വഴക്കിയെടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയെ അതിനനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നാണ് മൈക്ക് ബെൻസ് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും വിദേശ ഇടപെടലുകളെ പ്രതിരോധിക്കുന്നതിലും റോ എന്ന് പറയുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതും അമേരിക്കയുടെ ശ്രമങ്ങൾ നടക്കാത്തതിന് ഏറ്റവും വലിയൊരു കാരണമാണ് എന്നും മൈക്ക് ബെൻസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മൈക്ക് ബെൻസിന്റേത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അല്ല കേട്ടോ. അമേരിക്കൻ ഗവൺമെന്റ് അങ്ങനെ ഒന്നും പൊതുവെ പറയാറില്ല. അതായത് സൗഹൃദം നടിച്ചു നിന്ന് പിന്നിക്കൂടെ കുത്തുന്ന കട്ടപ്പയുടെ പരിപാടിയെ അമേരിക്ക ചെയ്യാറുള്ളൂ. തുറന്നിങ്ങനെ പറയുന്നതൊക്കെ വളരെ കുറവാണ്. പക്ഷെ മൈക്ക് ബെൻസിന്റെ നിരീക്ഷണത്തെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ റെജീം ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ചരിത്ര പുസ്തകം മറച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല അമേരിക്ക നടത്തിയിട്ടുള്ള റെജീം ചേഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കാൻ. അതിനിപ്പോ യുക്രൈനിലോട്ടോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ അടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലോട്ട് മാത്രം ഒന്ന് പോയാൽ മതി. ഷേഖ് ഹസീന സർക്കാരിനെ എങ്ങനെയാണ് അമേരിക്കൻ ഭരണകൂടം താഴെ ഇറക്കിയതെന്ന് മാത്രം നോക്കിയാൽ. ഞാനിത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാണ്. നിങ്ങളിൽ പലർക്കും അറിയാം. അറിയാത്തവരോടായിട്ടാണ്. ബംഗ്ലാദേശിൽ നടന്ന ഭരണമാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിച്ചതല്ല. ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടൽ അവിടെ വ്യക്തമാണ്. അപ്പൊ അവിടെ ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ കാരണം എന്താണ്? തുടർച്ചയായിട്ട് ഷേഖ് ഹസീന അധികാരത്തിൽ വന്നു. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അവർ വഴങ്ങിക്കൊടുത്തില്ല എന്നത് ഒരു പ്രധാന കാരണമായിരുന്നു. അതുകൊണ്ടാണ് അവരെ പുറത്താക്കിയത്. അപ്പൊ അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുക്കാതെ വന്നാൽ എങ്ങനെയാണ് അമേരിക്ക ഒരു രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സൈന്യം വന്നിട്ടല്ല, ഓരോ രാജ്യത്തുമുള്ള ജനങ്ങളെ തന്നെയാണ് അമേരിക്ക അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും കലാപങ്ങൾ ഉണ്ടാക്കിയും പണമൊഴുക്കി സംഘടനകളെയും അല്ലെങ്കിൽ അധികാരത്തിലെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളെ, സൈന്യത്തിലുള്ള ആളുകളെ, ഉന്നത രാഷ്ട്രീയക്കാരെ, പോലീസിലുള്ള ആളുകളെ, ഉന്നത ഉദ്യോഗസ്ഥരെ, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സംഘടനകളിലെ പ്രധാന നേതാക്കളെ, സംഘടനകളെ മൊത്തമായി വിലക്കെടുത്ത്, തീവ്രവാദികളെ കൂടെ നിർത്തി വിലക്കെടുത്ത്, അതുപോലെ തന്നെ മാധ്യമങ്ങളെ വിലക്കെടുത്ത്, അങ്ങനെയൊക്കെ പണം എറിഞ്ഞുകൊണ്ട് തന്നെയാണ് CIA പോലുള്ള സംഘടനകളും ഡീപ് സ്റ്റേറ്റും ഒക്കെ അട്ടിമറികൾ നടത്തുന്നത്. നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ് എത്രമാത്രം കലാപങ്ങൾ അവിടെ അരങ്ങേറി എന്നുള്ളത്. അപ്പൊ ഇത് ഡീപ് സ്റ്റേറ്റ് എല്ലാ കാലവും പലയിടങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ച ഒരു മോഡലാണ്. ഇന്ത്യയെ പോലത്തെ വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണകൂട മാറ്റം അത്ര എളുപ്പമല്ല പൊതുവേ തന്നെ. എന്നാൽ അവിടെ തന്നെ RSSന്റെ സ്വാധീനം ചെറുതല്ല. BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയേക്കാൾ ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആണ് RSS എന്ന് പറയുന്നത്. ഈ RSS പ്രവർത്തിക്കുന്നത് ഒരു നാഷണലിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ ആശയം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ മാതാവിനെ പോലെ കണ്ടുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറായിട്ട് നിസ്വാർത്ഥമായ സേവനമാണ്. ഇപ്പൊ BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവിടെ അധികാരത്തിനൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഈ RSSൽ പ്രവർത്തിക്കുന്നവർക്ക് അത്തരത്തിലുള്ള അധികാരമോഹമോ അത്തരം സ്ഥാനമാനങ്ങളോടുള്ള താല്പര്യവുമോ ഇല്ല. പലരും നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. മെജോറിറ്റിയും തങ്ങളുടെ ജീവൻ തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ സ്വാഭാവികമായിട്ട് നേരിടുക എളുപ്പമല്ല. ഈ RSSന് ഇന്ത്യ ഒട്ടാകെ വേരുകളുണ്ട്. അപ്പൊ അവിടെ അമേരിക്കയുടെ അജണ്ടകൾ താഴെ തട്ടിലേക്ക് എത്തുന്നതിന് ഒരു തടസ്സമായിട്ട് RSS നിൽക്കുന്നു എന്നാണ് അവർ കാണുന്നത്. എന്ന് വെച്ചാൽ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അത്രയും സാംസ്കാരികമായിട്ടുള്ള സ്വാധീനം ഈ RSS എന്ന് പറയുന്ന സംഘടനയ്ക്കുണ്ട്. അതൊരു പൊളിറ്റിക്കൽ പാർട്ടി പോലെ അല്ല.
പൊളിറ്റിക്കൽ പാർട്ടികളെ ആണെങ്കിൽ അധികാരത്തിന്റെ കാര്യം പറഞ്ഞ് വിലക്കെടുക്കാം, പണം കൊടുത്ത് കയ്യിലെടുക്കാം, പല രീതിയിലും സ്വാധീനിക്കാൻ കഴിയും. ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് പണവും അധികാരവും പലപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, എല്ലാവർക്കും അല്ല, കുറെ പേർക്കെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വിലക്കെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. പക്ഷെ RSS പോലുള്ള സംഘടനകളെ അങ്ങനെ വിലക്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അമേരിക്ക അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് നേരിടുന്ന ഒരു പ്രശ്നം. രണ്ടാമത്, ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസി നമ്മൾ വിചാരിക്കുന്നതിനുമൊക്കെ അപ്പുറമാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അമേരിക്ക പോലും ഭയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ റോയെ എന്ന് വേണം കരുതാൻ. റോയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ വളരെ മുന്നേ തന്നെ അമേരിക്ക തുടങ്ങിയിട്ടുണ്ട്. കാനഡ ഇഷ്യൂസ് ഒന്നും നമ്മൾ മറക്കരുത്. കാനഡയിൽ ചിലർ കൊല്ലപ്പെട്ട സമയത്ത് അമേരിക്കയിൽ പന്നുവിനെ വധിക്കാനായിട്ട് റോയുടെ ശ്രമം ഉണ്ടായി എന്ന തരത്തിൽ ഉണ്ടായ വിവാദങ്ങളൊന്നും മറക്കരുത്. അപ്പൊ റോയെ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് നോട്ടമുണ്ട്. റോയും അമേരിക്കയുടെ ഇന്ത്യയിലെ ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന്റെ റെജീം ചേഞ്ച് പോലെയുള്ള നീക്കങ്ങൾക്ക് ഒരു വലിയ തടസ്സമാണ്. എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പലപ്പോഴും ഇത്തരം താല്പര്യങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള സംഘടനകളോ ഏജൻസികളോ ഇടപെടുന്നത് അനുവദിക്കില്ല എന്ന കർശന നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തന്നെ ഇന്ത്യയിൽ അവരുടെ നീക്കങ്ങൾക്ക് RSSഉം റോയും ഒരു തടസ്സമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പലർക്കും അത്ഭുതം തോന്നാം. പക്ഷെ അതൊരു റിയാലിറ്റി കൂടിയാണ്, ഒരു വസ്തുതയാണ്. ഈ RSS എന്ന് പറയുന്ന സംഘടനയെ പറ്റിയിട്ട് രാഷ്ട്രീയമായിട്ട് പല ആക്ഷേപങ്ങളും പലർക്കും ഉണ്ടാകാം. പക്ഷെ അവരുടെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു പ്രവർത്തന രീതി ഇന്ത്യക്കകത്ത് ഐക്യം കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലാണ്. മാത്രമല്ല, നിസ്വാർത്ഥമായ ഒരു പ്രവർത്തന ശൈലി ആയതുകൊണ്ട് തന്നെ വിദേശ ശക്തികൾക്കുൾപ്പെടെ ഇന്ത്യയിൽ കടന്നു കയറി അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് ഒരു തടസ്സമായിട്ട് അതൊരു തടസ്സമായിട്ട് ആ ഒരു പ്രസ്ഥാനം ഇവിടെ നിൽക്കുകയാണ്. ശരിക്കും ഇപ്പൊ നമ്മൾ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഒക്കെ കാര്യം പറയുന്നത് മിസൈലുകളെ പ്രതിരോധിക്കാനാണെങ്കിൽ വിദേശ നീക്കങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അട്ടിമറി നടത്താനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു കവചമായിട്ട് റോയും RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും ഇന്ത്യയിൽ നിൽക്കുന്നു എന്ന് അമേരിക്കയും ഡീപ് സ്റ്റേറ്റും കണക്കാക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ വളരെ ശക്തമാക്കിയിട്ടുണ്ട്. വിദേശ ഇടപെടലുകളെ ഒരു തരത്തിലും ഇന്ത്യ ഇവിടേക്ക് അനുവദിക്കുന്നില്ല. വളരെ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NFOയുടെ കാര്യം മറക്കേണ്ട. മാർച്ച് 31 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി ഒരു 15 ദിവസം കൂടിയേ ഉള്ളൂ. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി.